ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നൈറ്റാണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റാണ് ഒരുവിധം വ്ളോഗുകളൊക്കെ എടുക്കൽ കേട്ടോ, കാരണം നൈറ്റാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ, കാരണം ഇക്ക വന്നിട്ട് ഉണ്ണികളെയും കൊണ്ടിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പിള്ളേരും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരുള്ള 5 സ്റ്റാർ കഫേയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വട്ടം എൻ്റെ മാമാനെയും ഒക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇക്കാനെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളും വന്നിട്ടുണ്ട് ഇതേപോലെ അവരെ മൂത്തളിയനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് എന്ന് പറയാനിട്ടുണ്ടെങ്കിൽ ചായ മാറ്റിയിട്ട് ഞങ്ങൾ ലൈം ആക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം ഫുഡൊക്കെ വയറ് നിറച്ചിട്ട് കഴിച്ചിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് ലൈമും ലോഡഡ് ഫ്രൈസും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കട്ട വെയിറ്റിങ്ങിൻ്റെ ഇടയിൽ ഇക്കായും അനിയനും കൂടിയിട്ട് അങ്ങോട്ടോ പോയി വരുന്ന വരവാണിത് കേട്ടോ. അതിന് നമ്മുടെ പാച്ചൂസിനെ അവിടെ ഇരുത്തിയപ്പോൾ പാച്ചൂസ് ഇതാ അവിടുത്തെ ചെടിയും ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് പറിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഈ ഓർഡർ ചെയ്ത സംഭവം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, ഓരോരുത്തരെ കളിയാക്കിയിട്ടൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റ് നമ്മുടെ ലൈം ജ്യൂസ് വന്നു, അതിൻ്റെ പിന്നാലെ തന്നെ മെയിനായിട്ടുള്ള സംഭവം ലോഡഡ് ഫ്രൈസ് വന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ആൾ ഈ സംഭവം കേട്ടിട്ടില്ല. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ലോഡഡ് ഫ്രൈസ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണതും കേൾക്കണതും കേട്ടോ. അങ്ങനെ ഇതാ ആളോട് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ആളതിതാ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ, നല്ല ചീസി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസ് തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പൊതുവേ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഷ്ടക്കേട് മുഖത്തുണ്ട് ആൾക്ക്. ഈ അൽഫാം, ഷവായി അങ്ങനത്തെ ഒക്കെ ഉണ്ട് മെയിനായിട്ട് ഇഷ്ടം. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇവർ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം കൊണ്ട് കഴിച്ചതാണ് കേട്ടോ. പക്ഷേ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ട പാത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസക്ക് നല്ല വെർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂർ ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് 5 സ്റ്റാർ കഫേ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് പോന്ന് വണ്ടി കയറിയപ്പോൾ വീട്ടിലേക്കാണ് പോകണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലാനിങ് മാറ്റിയിട്ട് അങ്ങ് നേരെ ബ്ലാങ്ങാട് ബീച്ചിൽ കണ്ടു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വേണ്ടിയില്ല, മക്കൾക്കൊക്കെ ഇവിടെ അങ്ങനെ കളിക്കുന്ന പാർക്ക് പോലൊക്കെ ഉണ്ട്, കണ്ടിട്ടുള്ളവരുണ്ടാവും. ബ്ലാങ്ങാട് ബീച്ച് ഒരു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളത്. 12 വയസ്സിന് താഴെ കുട്ടികൾക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആരും ഇല്ലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ കയറി, കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ഞങ്ങൾ പോന്നു കേട്ടോ, തിരിച്ച് കാറിൽ കയറി. പിന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.